ഞാൻ എന്ത് ചെയ്തിട്ടാ അച്ഛാ നന്ദേട്ടൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റമാണോ? അതും അച്ഛൻ നിർബന്ധിച്ചിട്ടല്ലേ എല്ലാം ഒരുക്കിയത്. എല്ലാരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി. എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? അച്ഛനല്ലേ പറഞ്ഞത് നന്ദേട്ടൻ വരുമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? നിന്റെ ചേച്ചിക്ക് കരയാനൊക്കെ അറിയോ? സ്വന്തം കാര്യത്തിന് അവരെന്തും ചെയ്യും. കുറച്ചും കൂടെ സിമ്പതി കിട്ടാൻ വേണമെങ്കിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയും ചെയ്യും. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഇങ്ങനൊരു ചേച്ചി? ഇത് നന്ദേട്ടന് വേണ്ടിയുള്ള സ്പെഷ്യൽ മെയ്ഡാണെന്നേ. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ അച്ഛാ? ഒരു 10 മിനിറ്റ് കൂടി നോക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ അവന്തിക തന്നെ കേക്ക് കട്ടിയട്ടെ. ഇല്ല, നന്ദേട്ടൻ വരാതെ ഞാൻ ഈ കേക്ക് കട്ടിയില്ല. മോളെ അങ്ങനെ പറയരുത്. എന്റെ വാക്ക് അവൻ നിഷേധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് എന്നോടുള്ള ദേഷ്യം തീർക്കുക. എനിക്ക് ഉറപ്പാ നന്ദേട്ടൻ വരില്ലാന്ന്. വേണ്ട, ഒരാഘോഷം വേണ്ട. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കില്ല. പോ, എല്ലാരും പോ. മോളെ അവന്തികെ, നീ എന്താ ഈ കാണിക്കുന്നേ? അവൻ ഇപ്പൊ വരും മോളെ. വേണ്ട, ഇത്ര നേരം എല്ലാരും കാത്തിരുത്തിട്ട് ഇനി അങ്ങനെ വരണ്ട. എല്ലാം എല്ലാം നശിച്ചു പോട്ടെ. അച്ഛാ എടുത്തേ എടുത്തേ. മോളെ ഇത്ര സന്തോഷായിട്ട് കാത്തിരുന്ന ഞാൻ കരയിച്ചില്ല. എന്നെ കരയിച്ചില്ല. ഇത് മനഃപൂർവ്വം ചെയ്തതാ. അവൻ ചതിച്ചല്ലോ മോളെ. അച്ഛൻ പറഞ്ഞിട്ടും അവൻ വന്നില്ലല്ലോ. വരണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു കാണുവച്ചാ.